ഹായ് ഹായ്. ഇന്ന് ഞങ്ങൾ ചായ ഇടാൻ പോവാ. നമ്മൾ ചായയുടെ റെസിപ്പി കാണിക്കാൻ പോകും. ചായ എങ്ങനെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇന്നത്തെ കണ്ടന്റൊക്കെ കഴിഞ്ഞ് 3 വീഡിയോ എടുത്തു. ഏതൊക്കെ വീഡിയോ ആണെന്ന് വെച്ചാ, ഒന്ന് ഒരു 90s കിഡ്സിന്റെ ഒക്കെ വീഡിയോ, മുമ്പ് കല്യാണം ആലോചിക്കുന്നതും ഇപ്പൊ കല്യാണം ആലോചിക്കുന്നതും, പിന്നെ ഒന്ന് ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ വേഷവിധാനത്തെ ട്രോളൊന്നുമില്ല, അന്നത്തെ അമ്മച്ചിമാരെയും ഇന്നത്തെ ചേച്ചിമാരെയും കൂടെ ട്രോളുന്നത്. പിന്നെന്തോ ചെയ്ത് നമ്മള് ചെരുപ്പ് പട്ടി കൊണ്ടുപോണത്. ചെരുപ്പ് പട്ടി കൊണ്ടുപോണത് ഇത് നടന്ന സംഭവമാണ്. എന്റെ ചെരുപ്പ് പട്ടി എടുത്തോണ്ട് പോയായിരുന്നേ, ഞാൻ കഴുകി സൂപ്പറാക്കിയിട്ട് വെച്ച് ഉണക്കാൻ കൊണ്ടുവച്ചപ്പോ ഒന്നുമില്ല, പട്ടി എടുത്തോണ്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു കഥ, അത് ഞങ്ങൾ റിയൽ ആയിട്ട് അങ്ങ് ചെയ്ത്. ആളുകൾ നമ്മളെ കളിയാക്കുന്ന കേട്ടാ. അമ്മക്ക് ഒരു സ്ലാബും കുറച്ച് ആഹാരം ഉണ്ടെങ്കിൽ അമ്മക്ക് കണ്ടന്റ് ആയിരുന്നു. ഒരു അടുക്കള, ഒരു സ്ലാബ്, കുറച്ച് ആഹാരം ഉണ്ടെങ്കിൽ കണ്ടന്റ് ആയിരുന്നു. അയ്യോ, നമ്മള് കണ്ടന്റ് ഒന്ന് ഒപ്പിക്കാൻ പെടുന്ന പാടെ അമ്മക്കറിയാം. അതല്ലേ, മാക്സിമം നമ്മൾ ഈ അടുക്കളയിൽ നിന്നിട്ട് എല്ലാം എന്തൊക്കെ ചെയ്യാമോ മാക്സിമം അടുക്കളയിലെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഓ, ചായയുടെ റെസിപ്പി കണ്ടന്റ് ക്ഷാമം. സിനി, 2 ഗ്ലാസ് പാലിന് എത്ര ഗ്ലാസ് വെള്ളം വെക്കണം? 2 ഗ്ലാസ് പാലിന് എത്ര ഗ്ലാസ് വെള്ളം വെക്കണം ചായക്ക്? 1.5. ഇങ്ങനെയാണോ നീ വീട്ടിൽ ചായ? 2 ഗ്ലാസ് പാലല്ലേ? 1.5 ഗ്ലാസ് വെള്ളോ? 1. ഓ, പിച്ചാത്തിഞ്ഞെടുത്തട വെള്ളം കയ്യൊന്ന് വെട്ടിക്കളയട്ടെ ഞാൻ. കുറഞ്ഞതൊരു ഞാനാണ് ഏറ്റവും കുറവ് വെള്ളം വെക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് പാലിന് 3 ഗ്ലാസ് വെള്ളം വെക്കും. ഓരോരുത്തരും 4-5 ഗ്ലാസ് വരെ വെള്ളം വെക്കും കേട്ടാ. അവള് പറയുന്ന 1 ഗ്ലാസ് നിന്റെ വായിലോട്ടം കുഴിച്ചാൽ മതിയാ. ഞാൻ പക്ഷെ ടേസ്റ്റ് കൂടും, പക്ഷെ ആർക്കും കൊടുക്കാൻ തികയത്തില്ല. എനിക്ക് വെള്ളം കുറയുമ്പോ ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് ഞാൻ പാലില് ക്ഷാമം. ഞാൻ ഇവിടെ ആള് വരുന്ന അനുസരിച്ചാണ് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നവരും വാട്ട ചായയാവും. ചായയല്ല, നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കണം. ചോറ് വയ്ക്കുന്ന അവർക്ക് കുന്തം അറിയും. അല്ല, ഞാൻ പൊതുവെ പാല് കൂട്ടിയും വെള്ളം കുറച്ചുമാണ് ചായ ഇടുന്നത്. അതിനാണ് എനിക്ക് ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് അവള് മാത്രവും കുടിക്കും. മക്കളും ഇങ്ങനെ ഇരിക്കും. അവസാനം അവത്തങ്ങളും അല്ല തേയിലുള്ളതും കുടിച്ചോണ്ടിരിക്കും. ചായക്കട ചിലപ്പോ നമ്മള് കുടിക്കത്തില്ലേ, നല്ല നമ്മളിപ്പോ ഇവിടെ 4 പേരുണ്ട്. വീണടുത്തടന്ന് ഉരുളുന്നു. ഞാൻ ഇപ്പൊ 2 ഗ്ലാസ് പാല്, 3 ഗ്ലാസ് വെള്ളം വെച്ച്. അപ്പോഴ് നമ്മളിവിടെ 4 പേരുണ്ടെന്ന്, കൊച്ചുങ്ങള് കൂടാതെ. അപ്പോഴ് ഇത്രയും ചായ ഇട്ടാലല്ലേ എല്ലാവർക്കും എടുക്കാൻ പറ്റൂ. അല്ല 2 ഗ്ലാസ് പാലിനകത്ത് 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും തന്നിട്ട് ഞങ്ങൾ നോക്കിയിരിക്കൂ. അതിന് വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഒരു വീട്ടിൽ ഒരു 1/2 ലിറ്ററിന്റെ പാല് മേടിച്ച 4 ഗ്ലാസ് വെള്ളമൊക്കെ വെച്ച് ചായ ഇടണം കേട്ടാ. ആരെങ്കിലും വരുമ്പോ അല്ലെ പോയി 1 ഗ്ലാസ് വെള്ളം മുക്കി ഒഴിച്ചിട്ട് ചായ എനിക്ക് അറിയത്തില്ല. ആള് കൂടുമ്പോ എത്ര അളവിടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. വീട്ടിൽ എന്ന് സ്ഥിരമായിട്ട് ഇടുന്നത് എനിക്കറിയാവുള്ളൂ. അത് ഒരു 10 പേര് വന്നാൽ ഞാൻ കിടന്ന് ബ്ലിം 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 അറിഞ്ഞൂടാ. പാല് ഒടിച്ച് കുടിയും. ചായ ഇടുമ്പോ വെള്ളം വേറെ വെച്ച് തൈലുള്ള ഇടണം, പാല് വേറെ വെച്ച് തിളപ്പിക്കണം. ആ ചായക്കാണ് ടേസ്റ്റ് കൂടുതൽ. പാലും വെള്ളം കൂടി ഒത്തൊഴിച്ചിടുന്ന ചായക്ക് ഇച്ചിരി ടേസ്റ്റ് കുറവാണല്ലേ. ടിപ്സ് എനിക്ക് പറഞ്ഞു ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നു. ഇവരെ പിറക്കടന്നാ മതി, യഥാർത്ഥ വീഡിയോകളെല്ലാം കിട്ടും. കണ്ടന്റ് കിട്ടുന്നില്ലേ, മണ്ടത്തരം കാണിക്കുന്നുണ്ട്. നമ്മള് ജീവിക്കല്ലേ, അല്ല നമ്മള് ജീവിക്കല്ലേ. അതോ ഞങ്ങൾ ഇത്രയും മണ്ടത്തരം ചെയ്യുന്നോണ്ട് അമ്മയ്ക്ക് നമ്മളെ വഴക്കുറഞ്ഞ് അത് തിരുത്താൻ പറ്റുന്നില്ല. എന്നിട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ കാണിക്കും. അതാണ് വീണ്ടും കാണിക്കും. എല്ലാരും നമ്മൾ ചിമ്മിനി എടുത്ത് ഗ്യാസ് ഊറ്റി വെക്കല്ലോന്ന്, അതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കാണ്. അതെ, അതിന്റെ കാര്യം നമ്മളടുത്ത് എല്ലാവർക്കും സ്നേഹം ഉണ്ടല്ലേ, അതാണ് ഏറ്റവും വലുത്. അത് വെച്ച കാരണം പറയാം. വെച്ച കാരണം എന്ന് വെച്ചാല് ഈ പുക ഈ ചിമ്മിനി കൂടെ പോട്ടെന്നും പറഞ്ഞാണ് അമ്മ അവിടെ കൊണ്ട് വെച്ചത്. ഞാൻ അവിടെ കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടി വയ്യാതെ വന്നപ്പോഴേ പുകയൊന്നും തട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ചിമ്മിനിക്കകത്ത് വെക്കുമ്പോ ഈ ഓരോന്ന് വേവിക്കുന്നതിന്റെ ആവിയെല്ലാം അങ്ങ് മണ്ടേ കൂടെ പോകും. ഇതാകുമ്പോ ഇവിടെ എല്ലാം ഇങ്ങനെ നടന്നിട്ട് ഞാൻ തന്നെ അത് ശ്വസിക്കും.
എന്നിട്ട് പിന്നെ ഞാൻ തന്നെ വയ്യാതെ കിടക്കും. പിന്നെ എല്ലാരും ചോദിച്ചു ഇപ്പോഴും നിങ്ങൾ പഴയ വീട്ടിൽ തന്നെയാണ് താമസം, പുതിയ വീട് വെച്ചില്ലേ അവിടെ താമസമായില്ലേന്ന്. അയ്യോ ഞാൻ എന്റെ മോളെ വീട്ടിലൊന്നും പോയില്ല, എനിക്ക് വയ്യ. അതായത് അമ്മയുടെ മോക്കാണ് വീട് വെച്ചത്, അവിടുത്തെ വീടിയാണ് നമ്മൾ കാണിച്ചത്. നമ്മൾ ഇപ്പോഴും ഈ പഴയ വീട്ടിൽ തന്നെയാണ്. ഓ അവരെ വീട്ടിൽ ഇന്നൊന്ന് പോണോന്ന് വിചാരിച്ചിരുന്നു, സമയം കിട്ടുന്നില്ല. എനിക്ക് ആശുപത്രി പോണം. ആശുപത്രി എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വയ്യ കിടക്കുന്നു. കുറേ പേര് അവിടെ വെച്ച് എന്നെ കണ്ട് സന്തോഷമൊക്കെ പറഞ്ഞ് അവിടുത്തെ ഡോക്ടറും ഭയങ്കര സന്തോഷമായി, എന്നെ അറിയാം. അപ്പോഴ് ഈ ഒരു ദിവസം അനിയൻ്റെ വെണ്ണി നിൽക്കും, ഒരു ദിവസം ഞാൻ നിൽക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്ന് വന്ന് ഇനി നാളെ ഞാൻ രാവിലെ ഇനി ഇല്ല, അമ്മ കുറെ ദിവസത്തേക്ക് ഇല്ല. നമ്മള് മുന്നേ കണ്ടന്റ് എടുത്തു വെക്കുന്ന വീഡിയോസ് ആണ്. ഇന്ന് 3 കണ്ടന്റ് കൊണ്ടുവന്നിട്ട് 3 കണ്ടന്റും നമുക്ക് പാഴായിട്ടൊന്നും ഇല്ലായിരുന്നല്ലേ. ചില സമയത്ത് അങ്ങ് വല്ലാണ്ട് ഉരുണ്ടുപോകും. ഇന്ന് വലിയ പ്രയാസം വന്നില്ല. വീഡിയോ ഉണ്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടാലേ ഞാൻ അത് പോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കും. എല്ലാം തലതിരിച്ച് പറയുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് നമ്മൾ പറയുന്നത് ഫസ്റ്റ് കണ്ടന്റ് അത് പട്ടി ചെരുപ്പെടുത്തോണ്ട് പോണ. എന്റെ ചെരുപ്പെടുത്തോണ്ട് പോയതാ. അപ്പൊ അത് നടന്ന സംഭവം. രണ്ടാമത്തെ കണ്ടന്റ് പെണ്ണ് കാണാൻ വരുന്നതല്ല. മുമ്പ് പെണ്ണിനോട് സ്ത്രീധനം അത് ആ കണ്ടന്റ് നടക്കുന്ന കാര്യമല്ലേ, ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ലേ. മൂന്നാമത്തെ കണ്ടന്റ് വേഷവിധാനം, ഡ്രസ് ഇടുമ്പോ ഇവള് കൂടെ ഒരു പാവാടയും ബ്ലൗസ് ഇട്ടോണ്ട് ഇവിടെയൊക്കെ നടക്കുന്നതാണ്. അതിന് ഞാൻ കുറ്റം പറഞ്ഞപ്പോ അവള് പറയണേ ഞാൻ കയ്യിലും ബ്ലൗസ് ഇട്ടോണ്ട് നടക്കുന്നതാണ്. കയ്യിലും ബ്ലൗസും പണ്ടേ ഉള്ള ഒരു ഡ്രസ്സല്ലേ അത്, പാവാടയും ബ്ലൗസും ഇപ്പൊ ഇറങ്ങിയതല്ലേ. അതാണ് നമ്മള് കുറ്റം പറഞ്ഞു, നമ്മള് പറഞ്ഞൂടാ. അയ്യോ ഇതെന്തൊക്കെയാ പറയുന്നേ. നീ പാലയച്ചന്റെ വീഡിയോയില് ഡ്രസ്സും ധരിക്കാറില്ല. ഞാൻ വളരെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ആളാണ്. പിന്നെ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിത്തോണ്ടിരുന്നപ്പോ ഓരോ പെൺപിള്ളാര് ഇത് വൾഗർ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ട്, പക്ഷെ അതും ഡ്രസ്സ് ഇട്ടതാണേ കണ്ടത്. അപ്പൊ കുറ്റം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വസ്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഈ പണ്ട് ഈ ചട്ടയും മുണ്ടും എടുത്ത് എല്ലാം തുറന്ന് കാണിച്ചിടുന്ന അമ്മാമ്മമാരാണ് ഇന്നിരുന്ന് കൊച്ചുങ്ങളെ കുറ്റം പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ അത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കി. ഞാൻ ഷോമായിട്ട് അത് ടോപ്പിക് ആക്കിയിട്ട് നമ്മുടെ കണ്ടന്റ് ഉണ്ടാക്കി. മാക്സിമം ഒന്നുമില്ല. നമ്മളിപ്പം ഇത് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവിടെ വെച്ച് ചർച്ച ചെയ്ത് അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന ഡയലോഗുകളൊന്നും അടുക്കും ചിട്ടോടെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്താ മാവിൻ്റെ കൂട്ടി പോയിന്ന് പിച്ചിക്കൊണ്ടുവരുന്ന കണ്ടന്റ് ഉണ്ടാക്കി കൊണ്ടുവരേ. ആരുടെ ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ വല്ലതും പറയും, പിന്നെ പറയും മരുമോളെ അത് പറഞ്ഞു ഇത് പറഞ്ഞു. ആളുകളും കൂടി കമന്റ് ഇടും. ഭയങ്കര ദൂരം കണ്ടന്റുകളാണല്ലേ നമ്മളിപ്പം എന്റെ പൊന്നു. ഇനി ഒരുപാട് കണ്ടന്റ് ഉണ്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ. എനിക്ക് വന്ന് ഇപ്പൊ ആലോചിച്ച് ശോഭ എന്റെ ഭയങ്കര ഞാൻ പറഞ്ഞ നിന്നോട് എള്ളു കഴിക്കണി. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ആളുകൾ പറയത്തില്ലേ പൊട്ടക്കണ്ണ മാവിലെറിഞ്ഞ ഒരു ഭാഗ്യത്തിന് അതിൽ കൊള്ളൂന്ന്, അതേപോലെ 2-3 കണ്ടന്റ് വിജയിച്ചു. അടുപ്പിച്ച് 4-5 കണ്ടന്റ് ഉണ്ടാക്കി സംഭവം ശരിയാണ്, ഹിറ്റായി. അപ്പോഴത്തേക്ക് പിന്നെ അത് പറച്ചില്ലേ കേട്ടാ. അച്ഛനും അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാറില്ല, കാരണം എന്റെ കണ്ടന്റ് വിജയിക്കത്തില്ലെന്ന് പറയുന്നത്. പക്ഷെ എന്താണെന്നോ ഞാൻ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കി അതെല്ലാം വമ്പ ഹിറ്റായി. എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി തൊട്ടുള്ള കണ്ടന്റ് മൊത്തം വിഷ്ണുവിന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ എല്ലാ കണ്ടന്റ് ഞാൻ കണ്ടന്റ് ചെയ്താലും അപ്പൊ ഇവിടെ പറയും എല്ലാ കണ്ടന്റും സമ്മതിക്കരുത്. കണ്ടന്റ് പറയുമ്പോ അങ്ങനെയൊന്നുമല്ല. കണ്ടന്റിന്റെ സംഭവം അങ്ങനെയൊന്നുമല്ല. നമ്മള് രണ്ടുപേരും ഇപ്പൊ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ വിഷയം ഈ സത്യം വിഷയം എന്റെ തല ഇരുന്ന് പോയേക്കും കേട്ടോ. ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന ശോഭ അവര് തല പോഹച്ച് അവരങ്ങ് അടി വിടും. പിന്നെ ഞാൻ ചെന്ന് സന്തുമേലാക്കി കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ചാളുടെ എന്റെ മൈൻഡിൽ ഒന്നും വരുന്നില്ല. ഭാഗ്യം പോലെ ചേട്ടാ ഒരു 5-6 കണ്ടന്റ് ഉണ്ടാക്കി വിച്ച് റിലാക്സ് എടുക്കാൻ. അതുകൊണ്ട് നമുക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നേ ചേട്ടന്റെ കണ്ടന്റ് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ കുറച്ചാളുടെ എന്ത് പറ്റി എന്തോ എന്ത് ശോഭ. അയ്യോ എന്ത് കണ്ടന്റ് ഇന്നുവരെ വെളിയിലാക്കിയിട്ടില്ല. കുറച്ച് കണ്ടന്റ് പുറത്തിറങ്ങി. എന്തായാലും കണ്ടന്റ് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ.
കണ്ടന്റ് ഉണ്ടാക്കുന്നത് ക്ഷാമമില്ല. ഞാൻ ഇപ്പൊ ഒരു 10 കണ്ടന്റ് നാളെ ഉണ്ടാക്കാൻ പോവാ. എല്ലാ സത്യം നമ്മള് ലൈഫിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ. ഇനി എന്തുകൊണ്ട് പറയാ ലൈഫിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എങ്കിലും നമുക്ക് ഒരു കമന്റ് വന്നത് ഇതായിരുന്നു. എന്തുവാ എന്തിനാ നമുക്കൊരു സ്ലാബിന്റെ ഉറവ് കുറച്ച് ആഹാര സാധനം ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആയി. ആ ഇപ്പൊ എവിടെ നിക്കുന്നോ അതാണ് നമ്മളെ അടുക്കളയെന്നല്ല, നമ്മളെ എവിടെ നിൽക്കുന്നു അവിടെ കണ്ടന്റ് ഉണ്ടാക്കും. എന്നാ വിഷ്ണു ചായ കുടി. എന്നെ ഇടയ്ക്കൊന്ന് കാണി. മധുരം ഇടാത്ത കേട്ടാ. മധുരം ഇട്ടോ? ഇതുണ്ടെന്ന് ഞാൻ മധുരം ഇടണ്ട. മധുരം ഇട്ടിട്ടുണ്ട്. ഡയറ്റ് എടുക്കുന്നവര് മധുരം ഇടാതെ വേണം കഴിക്കാൻ. അല്ല, കുറച്ചൊക്കെ മധുരം നിശേഷം നിർത്തിയാൽ ശരിയാവൂല. ചെറിയ വലിയ മധുരമില്ല, ചെറിയ മധുരമേ ഉള്ളൂ കേട്ടാ. ചെറിയ മധുരം ഇട്ടോളൂ. ചൂട് നിങ്ങൾ ബ്ലോഗ് എടുക്കുമ്പോ വീഡിയോ എടുക്കുന്ന ആളെ ഒന്ന് കാണിക്കണേ. സത്യം വ്ലോഗ് എടുക്കുമ്പോ നമ്മള് ഇടയ്ക്ക് മറന്നു പോകും. വ്ലോഗ് എടുക്കുകയാണെന്ന് നോക്കത്തില്ല, റിയാലിറ്റിയിലോട്ട് വരും. ബ്ലോഗ് അല്ല, വ്ലോഗ് അല്ല, ഇതെല്ലാം റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതൊന്നും വ്ലോഗൊന്നും അല്ല. ചുമ്മാ അതിൻ്റെ ഇടയിൽ നടക്കുന്ന രസകരമായ സംഭാഷണങ്ങൾ അത്രേ ഉള്ളൂ. അയ്യോ അപ്പൊ നാളെ നമ്മള് വീഡിയോ ചെയ്യണ്ടേ? നാളെ സംഭവം അമ്മയില്ല, നാളെ ഇല്ല, മറ്റന്നാൾ ചിലപ്പോ കാണൂല. ഇനി ഭയങ്കര റിസ്ക് ആണ് അമ്മയെ കിട്ടാൻ. ഞാനില്ലാതെ എങ്ങനെ വീഡിയോ ചെയ്താ ഞാൻ വന്ന് രണ്ടിനെ ഞാൻ ശരിയാക്കും. കണ്ടാ ഇപ്പൊ ഇവിടം വരെ ആയി, ഒരു രക്ഷയില്ല ഇപ്പം. അപ്പം ഇപ്പൊ എനിക്ക് ഇപ്പൊ എത്ര സായമ്മ ഇടയ്ക്കിടയ്ക്ക്, അതായത് 2-3 ദിവസം കൂടുമ്പോഴേ അപ്പൊ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഒരു ദിവസം വന്ന് 3-4 വീഡിയോ ചെയ്യുന്നോണ്ട് നമുക്ക് ഡെയിലി ഇട്ടിട്ടും ഉണ്ട്, അത് കുഴപ്പമില്ല. അങ്ങനെ ചായ ഒഴിച്ചാലേ അപ്പോഴേ ക്ലാസ്സും അരിപ്പും ഒക്കെ ഞാൻ കഴുകി വെക്കണം. നമുക്ക് ലീവാണ് ഇവിടെ ഇല്ലാത്തപ്പോ. ഭയങ്കര മൂഡൌട്ടാണ്. അതിൽ ഒരു ദിവസം നമ്മളിങ്ങനെ വീഡിയോ എടുത്തായിരിക്കും. ചായയുടെ കൂടെ കഴിക്കാനൊന്നുമില്ലടേ, ഭയങ്കര മൂഡൌട്ടാ. പിന്നെ നമ്മളുള്ള വീഡിയോ ചായയുടെ കഴിക്കാനൊന്നുമില്ല. ഒന്നുമില്ലല്ലേ. ഇനി വരുമ്പോ വാങ്ങിച്ചോണ്ടിരാ കഴിക്കാൻ. സാധാരണ എപ്പോഴും ഇവിടെ തിന്നാൻ കാണുന്നതാണ്, ഇപ്പൊ ഇല്ലടേ. കാണുന്നതാണ്. പൊരി എടുക്കാം. പൊരിയാ പൊരി കാറ്റ് പോയാ മധുരമുള്ളൊക്കെ ആളുകൾ വർക്കിങ് തിന്നു. മലയ്ക്ക് പോയ പങ്ക്. അച്ഛൻ ഇന്ന് ചായ കുടിക്കുന്നു. അച്ഛന്റെ തലേന്ന് ഞെട്ടിരി. പറയണ്ട. നല്ല സിനിമ നടക്കുന്നു, കാണാൻ സമയമില്ല. എന്തോ ചെയ്യും. ഇനി നാളെ പോണേന് എല്ലാം എന്നെ ഒരുക്കണം.